മാന്ത്രിക താലി. രചന പിയാനോ. അവതരണം അഷിക. മോളെ, എല്ലാം പാക്ക് ചെയ്തോ? യെസ്. അധികമൊന്നുമില്ല, 2 ജോഡി ഡ്രസ്, പിന്നെ എന്റെ പേഴ്സണൽ തിങ്സും. നീ ആദ്യമായിട്ടല്ലേ പോകുന്നത്, എന്നാലും സൂക്ഷിച്ചു പോണം. നിന്റെ സെക്യൂരിറ്റി ഗാർഡ് നിന്നെ നോക്കും, എന്നാലും മോളൊന്ന് കരുതിയിരിക്കണം. അതൊക്കെ എനിക്ക് അറിയില്ല എന്റെ ഊർമുള്ള ദേവി. അടി, നിന്റെ കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ആണോ? എനിക്കറിയില്ല. കൂടിയൊന്നും അല്ല. അവന്മാരെങ്ങനെ ഡീൽ ചെയ്യും? എല്ലാരും പോലെയല്ല, രുദ്രാണ് പ്രശ്നം. ബാക്കി 3 പേർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അവരെവിടെ? ഞാൻ അപ്പുമോന്റെ റൂമിൽ നിന്ന് പേടിപ്പിച്ച് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കാശിയുടെ റൂമിൽ കാണും. അപ്പോഴേക്കും കുട്ടികൾ അവിടേക്ക് വന്നു. ആഹാ, ദേ വന്നല്ലോ. രുദ്ര അവരെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അമ്മ നാളെ പോകുന്നു, അതുകൊണ്ട് തന്നെ ആരോടും ഒരു വഴക്കിനും പോകാതെ നല്ല കുട്ടികളായിട്ടിരിക്കണമെന്നും പറഞ്ഞ് അവൾ ഒരുവിധം കുട്ടികളെ മനസ്സിലാക്കി. എന്നിട്ട് കുട്ടികളുമായി കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ രുദ്ര പോയിരുന്നു. രുദ്ര, ഇത് കഴിച്ചേ. അമ്മേ. ദേവി രാവിലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അമ്മേ, ബെസ്ക്കുന്നില്ല. രാവിലെ കൊണ്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വേന്താ. 4 പേരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന കാശി തീന്മേശയിലേക്ക് വന്നു. ദേവിയുടെ നേർക്ക് കൈനീട്ടി. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ പോലെ അവർ 4 പേർക്കുള്ള ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പി. ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു, കൂടെ വെള്ളവും കൊടുത്തു. കാശി 4 പേര് ബാലൻസിലെടുത്തു. ദേവി അവന്റെ പുറകെ നടന്നു. നടുമുറ്റത്തെ വരാന്തയിലെ പടിയിൽ അവരെ ഇരുത്തി. ദേവി അവന്റെ കയ്യിൽ വെള്ളവും ആഹാരവും നൽകി. എന്നിട്ട് അവരൊരു ചെറു പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് കടന്നു. കാശി ഒരു നുള്ളിടിയപ്പം എടുത്ത് മുട്ടയുടെ ചെറിയൊരു പീസ് കൊടുത്തു. അധികം കട്ടിയില്ലാതെ ചാറിൽ മുക്കി രുദ്രന് നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ അമ്മയോട് പ്രോമിസ് ചെയ്തതല്ലേ നല്ല കുട്ടിയായിരിക്കുന്നു. എന്നിട്ട് ഒന്നും കഴിക്കാതിരുന്നാലേ അമ്മ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞ സൂത്രം കിട്ടില്ലട്ടോ. 4 പേര് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ദാദാ, ഞാൻ അമ്മയെ കണ്ടില്ല, അപ്പൊ ഞങ്ങൾക്ക് ചങ്കടോയി. അമ്മ വലിയ ആളല്ലേ, തിരക്കാകും. ഡാഡിയുടെ മക്കൾ ഇത് കഴിക്കും. എന്നിട്ടേ നമുക്ക് ബീച്ചിൽ പോകാം, കുറെ ഗെയിമും കളിക്കാം. അന്ന് പോയതുപോലെ. അനിയമ്മ ഇപ്പൊ വരും, നമ്മളെല്ലാരും കൂടി ഇന്ന് പോകുന്നത്. അത് കേട്ടപ്പോ മുഖം വിടർന്നെങ്കിലും രുദ്രയെ കണ്ടില്ല എന്ന ചിന്ത അവരിലുളവായി. അപ്പോഴേക്കും ദേവി ഫോണുമായി വന്നു. അമ്മയാണ്. 4 പേര് സന്തോഷത്തോടെ ഫോൺ വാങ്ങി സംസാരിച്ചു. രുദ്ര അവർ 4 പേരോട് സംസാരിച്ച് അവരെ സമാധാനിപ്പിച്ചു. ശേഷം കാശി സാവധാനം കുട്ടികൾക്ക് ഭക്ഷണം വാരി നൽകി. കാശി അസ്വസ്ഥമായ മനസ്സോടുകൂടി വീടിനുള്ളിലെ ഓഫീസ് റൂമിൽ കണ്ണിനു മീതെ കയ്യും കൊടുത്ത് കണ്ണുകളടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കിതച്ചുകൊണ്ട് വംശി അങ്ങോട്ട് ഓടി വരുന്നത്. കാശി, എടുത്തി, ഇന്ന് ഉച്ചക്ക് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയതാ. ഇതുവരെ റീച്ച് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് പറയാനായിട്ട് കാശി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് വിളിച്ചിരുന്നു. പക്ഷെ കാശി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇത് കേട്ട കാശി പെട്ടെന്ന് തന്നെ നടുമുറ്റത്തേക്ക് ഓടി ഇറങ്ങി. നടുമുറ്റത്ത് കളിക്കുന്ന തന്റെ മക്കളെ അവനൊന്ന് നോക്കി. പെട്ടെന്ന് തന്നെ ധാറെടുത്ത് അവൻ പാഞ്ഞു പോയി സിറ്റി മുഴുവൻ സെർച്ച് ചെയ്ത് പോലീസ് രഹസ്യ വിവരവും നൽകി. ഇൻഫോമും ചെയ്തു. വംശി മറ്റൊരു ടീമുമായി രുദ്രയുടെ ഷെഡ്യൂൾ എടുത്തു. അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് രുദ്ര എന്നെ സെക്യൂരിറ്റി വേണ്ടെന്ന് പറഞ്ഞ് വിട്ടു എന്നാണ് അറിഞ്ഞത്. എന്നിരുന്നാലും അവൾ അറിയാതെ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ രുദ്ര ഒരു ഓട്ടോയിൽ കയറി. പെട്ടെന്ന് റോഡിലൊരു ബ്ലോക്ക് വന്നത് കാരണം പിന്നെ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. CCTV പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കിട്ടിയതുമില്ല. കാശി ഓരോ മുക്കും മൂലയും ഹരിച്ചു പിറക്കുകയാണ്. അന്ന് മക്കളുടെ കൂടെ വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടത് അവളെ, പിന്നെ കണ്ടിട്ടില്ല. സിറ്റിയിലെ CCTV മുഴുവൻ അരിച്ചു പിറക്കിയിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയില്ല. അവളെവിടെ? എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇനി എന്ത് പറയും? അപ്പോഴേക്കും അവന്റെ ഫോൺ റിങ് ചെയ്തു. വാട്ട്? ഒരു മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവൻ ധാറ് സ്റ്റാർട്ട് ചെയ്തു. അവന്റെ മനസ്സിൽ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം സിറ്റിയിലെ മധ്യത്തിലുള്ള ആഡംബര ഹോട്ടലിലേക്ക് അവന്റെ ധാറ് കടന്നു. സെക്യൂരിറ്റിക്കും അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ അവന്റെ ID കാർഡ് കാണിച്ചു. വണ്ടി അകത്തേക്ക് കയറ്റി പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയും പാർക്ക് ചെയ്തു. അവൻ ഡോർ തുറന്നിറങ്ങി. അവിടെ തന്നെ വംശി യൂണിഫോമിൽ നിൽപ്പുണ്ടായിരുന്നു. കറുത്ത കോട്ടും ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും, അതിന്റെ പുറത്ത് ബ്ലാക്ക് സ്ലീവ്ലെസ് ജാക്കറ്റും, ബ്ലാക്ക് ടൈ, പോളിഷ്ഡ് ഷൂ, ചെവിയിലെ എയർപോഡും ബ്ലാക്ക് ഗ്ലാസും, മുഖത്ത് ഗൗരവമാണ്. വംശി കാശിയുടെ കയ്യിലെ ഒരു കവർ നൽകി. അവന് മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ചേഞ്ച് ചെയ്തു. കാരണം അവർക്ക് യൂണിഫോമിലല്ലാതെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അലേഖ അവളും രുദ്രയുടെ പുതിയ സെക്യൂരിറ്റി ഓഫീസറായി ഇൻചാർജ് ചെയ്തു. അലേഖ പാർട്ടിക്ക് വരുന്ന രീതിയിലാണ് ഡ്രസ് ചെയ്ത് എൻ്റർ ചെയ്തത്. അവൻ തിരിച്ച് കാറിലേക്ക് കയറി. 2 മിനിറ്റ് കൊണ്ട് തന്നെ വസ്ത്രവും മാറി ഡോറും തുറന്നിറങ്ങി. കോട്ടിന്റെ ബട്ടൺസ് വലിച്ചിട്ടു. ഗണ്ണ് ഭദ്രമായി
ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. അവന്റെ ദൃഢമായിരുന്നു 6 പാക്ക് ശരീരത്തെ കോട്ട് ഫിറ്റായിരുന്നു. ടൈ നേരിട്ടു. എയർപോർട്ടും കണക്ട് ചെയ്തു. ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ മുന്നിലേക്ക് കടന്നു. ലെറ്റ്സ് ഗോ. ഇൻഫോം അനുസരിച്ച് 16ാമത്തെ ഫ്ലോറിലാണ്. ലിഫ്റ്റ് വഴി 16ാമത്തെ ഫ്ലോറിലെത്തി. രണ്ടുപേരും ചുറ്റും കഴുകനെ പോലെ വീക്ഷിച്ചു. മുഴുവനും VIP കളാണല്ലോ. MP മുതൽ മിനിസ്റ്റർ വരെയാണ്. ഇത് നേട്ടത്തെ എങ്ങനെ കണ്ടെത്തും? മുന്നിലുള്ള പാർട്ടി എൻജോയ് ചെയ്യുന്ന പ്രമുഖരെ കണ്ട് വംശി പറഞ്ഞു. വംശി, ഗോ ഹെഡ്. എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടുപേരും പാർട്ടിക്കിടയിലൂടെ നടന്നു. DJ കളർ ലൈറ്റിന്റെ പ്രകാശം. ചിലർ ഡാൻസ് കളിക്കുന്നു, മറ്റു ചിലർ സന്ധി സംഭാഷണം. വംശി ചുറ്റും നോക്കി ബൊഫെ കോർണറിലേക്ക് വന്നു. എടി എന്റെ ചിക്കൻ കളിതാ. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയത്. ഏട്ടത്തി ഏതോ ഒരു നേപ്പാളി പെണ്ണിനോട് ചിക്കൻ കാലിന് വേണ്ടി നോക്കി പേടിപ്പിക്കുകയാണ്. വംശി അവളുടെ അടുത്തേക്ക് കടന്നു വന്നു. അവൾ നേപ്പാളിയെ നോക്കി പേടിപ്പിച്ച് കൈ വാഷ് ചെയ്യാൻ എഴുന്നേറ്റു. അപ്പോഴേക്ക് വംശി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പൊ മോനെ, ഇതെന്താ ഇവിടെ? എന്റെ ഏട്ടത്തി ഇപ്പോഴാ ജീവനൊന്ന് നേരെ വീണത്. ആദ്യം പോയി കൈയൊന്ന് കഴുകി. അവള് തലയാട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി കൈയും കഴുകി. ഇതേ സമയം വംശി കാശിയെ കണ്ടെത്തിയത് പറയാനായി അവർ വിളിച്ചു. ഹലോ. അപ്പോഴാണ് വലിയൊരു വെടിവെച്ചിട്ട് ശബ്ദം കേട്ടത്. എല്ലാവരും ആ ശബ്ദത്തിന് ആഘാതത്തിൽ പല വഴിക്ക് ചിന്നിച്ചിതറി ഓടുകയാണ്. വംശി ഓടി ഹൃദ്ര പോയ വാഷ്റൂമിന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നവൻ കാണുന്നത് ഹൃദ്രയുടെ കഴുത്തിന് നേരെ തോക്കും ചൂടി നിൽക്കുന്ന ഒരു യുവാവിനെയാണ്. വംശി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അയാളുടെ നെറ്റിയിൽ ഒരു ബുള്ളറ്റ് തറഞ്ഞു കയറി അയാൾ നിലത്തേക്ക് പതിച്ചു. വംശിയും ഹൃദ്രയും ഞെട്ടി നോക്കിയതും കാശി ഗണ്ണും ചൂണ്ടി നിൽക്കുന്നു. ഹൃദ്ര ആ നെറ്റിൽ നിന്ന് മാറുന്നതിന് മുമ്പായി തന്നെ എന്തോന്ന് അവൾ വന്നേ പൂണ്ടടങ്ങം കെട്ടിപ്പിടിച്ചു. നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ. അവളൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. കാശി അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ നൽകി. അവളുടെ കൈയും മുഖവും എല്ലാം അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളുടെ കൈവിട്ട് തന്റെ കൈക്കുമ്പിളിൽ അവളുടെ മുഖം എടുത്ത് നിറഞ്ഞ കണ്ണാരെ അവൻ പറഞ്ഞു. തിയ, നിന്നെ കാണുന്ന നിമിഷം വരെ I don't know how to I express my own feelings. ഞാൻ മരിച്ചു പോയടി. നീ ഇല്ലാതെ ഈ കൈകാശി രാവണനില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഹൃദ്ര, എനിക്ക് നിന്നോട് സഹതാപമല്ല പ്രണയമാണെന്ന് ഞാൻ ചിന്തിച്ചു. ഇത്രയും വർഷം എന്നോട് അടുത്തപ്പോ എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ. ഞാൻ കാരണം നിന്റെ ലൈഫ് തകർന്നു എന്നൊക്കെയുള്ള എൻ്റെ ധാരണകളായിരുന്നു. നീ വീട്ടിലുള്ള ഓരോ നിമിഷം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് നിന്നോട് തോന്നാത്തതെന്ന്. അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ മനുഷ്യർക്കും പ്രണയം പല അനുഭവമാണ്. ഹലേഖയെ പോലെ. ഹലേഖ അവളുടെ പ്രണയം വൈകിയാണ് തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് മനസ്സിൽ മാത്രം വർഷങ്ങളോളം അവൾ കൊണ്ടു നടക്കുന്നു. നിന്നെ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ അടുത്ത നിമിഷം ആ നിമിഷം എന്റെ ഇടനെഞ്ചി പിടിച്ചു പോയി. എന്റെ മനസ്സിന്റെ കോണി നീ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അറിയാതെ പോയി. കാശി കൈക്കൊമ്പിൽ നിന്ന് മുഖമെടുത്ത് അവളെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചു. എന്റെ ജീവിതത്തിൽ ഇന്നവരെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് നാളെ മുതൽ സ്വന്തം അമ്മ എനിക്ക് മാതൃവാത്സല്യം നിഷേധിച്ചു. സ്കൂളിലോട്ട് വരുമ്പോ എന്റെ അനിയനെ വാരിപ്പുണരുന്ന അമ്മ മടിയിലെടുത്ത് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, കൊഞ്ചിക്കും. തറവാട്ടിന്റെ തൂണിനും മറവിരുന്നു. ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. കൊതിയോടെ ഓടി ആ മടിയിലിരിക്കാൻ വന്നപ്പോ ആട്ടി പായിച്ചു, തള്ളിയിട്ട് നെറ്റുപൊട്ടി രക്തം വന്നു പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല. അന്ന് കാശിക്ക് ആരുമില്ലായിരുന്നു. എല്ലാം ഉണ്ടായിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് കരഞ്ഞതാ. എനിക്ക് ആരുമില്ലായിരുന്നു. ഒറ്റപ്പെട്ട് മാതാപിതാക്കൾ ഉണ്ടായിട്ട് ഇല്ലാതെ ജീവിക്കുന്നൊരവസ്ഥ നെഞ്ചിൽ കത്തി കുത്തി കേട്ടതിന് തുല്യമാണ് ഓരോ നിമിഷം. നീ എന്ന് പറഞ്ഞ പോലെ കൈകാശിരാവിന് സ്നേഹം പ്രകടിപ്പിക്കാറില്ല. എവിടെ സ്നേഹത്തിന്റെ മുന്നിൽ തിരസ്കാരം വന്ന ജന്മമാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ പോലും പ്രകടിപ്പിക്കാറില്ലായിരുന്നു. എന്റെ മാത്രം ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അവൻ നിർവികാരതയോടെ അവന്റെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ബട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം നിന്നെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടപ്പോ എനിക്കറിയില്ല. ഇപ്പോൾ എന്റെ ഹൃദയം അഗാധമായി തുടിക്കുന്നുണ്ട്. എന്റെ ശരീരം വിറക്കുന്നുണ്ട്. നിന്നെയാണ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ എന്റെ ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ അവസ്ഥ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും പറയണമെന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, നീ കാരണമാണ് ജീവിതത്തിലെ യഥാർത്ഥ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. ജീവിതത്തിലെ
യഥാർത്ഥ നിറങ്ങൾ ഞാൻ കണ്ടു നിന്റെ കൈകളിൽ പിടിക്കുമ്പോൾ. നിന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ഈ നിമിഷം മുതൽ എന്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും മറന്നു പോകുന്നു. ഞാൻ നിന്നെ കണ്ടുമുട്ടി ഇത്ര വർഷത്തിനുള്ളിൽ എന്റെ ഹൃദയം മനസ്സും ഒരുപോലെ നിറഞ്ഞു നിന്ന നിമിഷം എന്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, തന്റെ പ്രണയത്തെ നഷ്ടപ്പെടും തോന്നുമ്പോ ഒരുപക്ഷെ അവന്റെ ഉള്ളിലെ പ്രണയം എല്ലാ മിഥ്യധാരകളെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വന്നിരിക്കും. കാശി അവളുടെ കൈക്കൊമ്പിൽ നിന്ന് കയറർത്തി മാറ്റാതെ അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി മുട്ടിച്ചു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവനെ ആർദ്രമായി മൊഴിഞ്ഞു. ഞാൻ നിന്നെ പ്രണയിക്കുന്ന ഹൃദയകുമാരി, എനിക്ക് വേണം നിന്നെ, എന്റേത് മാത്രമായി. എന്നെ വേണ്ടെന്ന് വെക്കില്ലേടി, ഞാൻ മരിച്ചു പോകും. എന്റെ ശ്വാസം നിലച്ച പോലെ പോയാവും. അവൻ നെറ്റിയേർത്തി തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അവളുടെ കണ്ണി നോക്കി പറഞ്ഞു, ഐ ലവ് യു ദിയ. ഉടൻ തന്നെ കാശിയുടെ ചുണ്ട് ഹൃദയയുടെ ചുണ്ടിലേക്ക് ചേക്കേറി. അവളും നീങ്ങി. കാശി വളരെ പതിയെ വണ്ട് തേൻ നുകരുന്നത് പോലെ മൃദുവായി അവളുടെ ലൈറ്റ് റെഡ് ലിപ്സ്റ്റിക്കിന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. കാശി പരിസരം മറന്നു നിറഞ്ഞ കണ്ണുകളോട് അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു. പണ്ടത്തെ വന്യതയില്ല, തന്റെ ശരീരഭാഗങ്ങളിൽ കൈ ചലിക്കുന്നില്ല. എന്റെ ചുണ്ടിൽ മാത്രം എന്തോ ഒരു മാജിക്കൽ ഫീൽ. ഈ ചുമർ അവസാനിച്ചു പോകരുത് എന്ന് അവൾ മനസ്സാൽ ആഗ്രഹിച്ചു. എന്ന് വംശിയുടെ ചുമയാണ് രണ്ടുപേരും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. കാശി ഹൃദയം പരസ്പരം ഞെട്ടി അകന്നു മാറി. ഹൃദയ ശ്വാസമെടുക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. ഒടുന്നതിന് അവൾ അവിടെ നിന്നും ഓടിയകന്നു. അവളുടെ പിന്നാലെ തന്നെ കാശിയും ചെന്നു. ഹൃദയ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അവളോട് ലിഫ്റ്റിനുള്ളിലേക്ക് കയറിയതും കാശി അവൾക്ക് പിന്നാലെ കയറി. അവൾ ഞെട്ടലോടെ അവനെ തലയുയർത്തി നോക്കി. പൊടുന്നനെ കാശി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൾ അങ്ങനെ തന്നെ ചേർന്ന് നിന്നു. അവളുടെ ചിന്ത അവന്റെ നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകളിലായിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു നോവുണർന്നു. പെട്ടെന്നാണ് അവളുടെ മുഖത്തെ ആ കണ്ണുനീർ താടിത്തുമ്പിലൂടെ തന്റെ നെഞ്ചിലേക്ക് ഇറ്റു വീഴുന്നവൾ കണ്ടത്. ആ ചൂട് കണ്ണുനീർ അവളെ പൊള്ളിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ മുഖം അവന്റെ നെഞ്ചിലമർത്തി അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. എത്ര നേരം അങ്ങനെ നിന്നെന്ന് രണ്ടുപേർക്കും അറിഞ്ഞില്ല. അവൻ അവളെയും കൊണ്ട് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് അവന്റെ കാറിലേക്ക് കയറി. ആ കാർ ഇരുവരും നിശബ്ദമായിരുന്നു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കാശിയുടെ ഫോൺ ബെല്ലടിച്ചു. അവനൊരു കൈ കൊണ്ട് ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് ആൻസർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് പറഞ്ഞു, ഷീ ഈസ് സേഫ്. അതിനോടൊപ്പം തന്നെ അവനവളെ കെട്ടിപ്പിടിച്ചു. നിമിഷങ്ങളോളം അവരങ്ങനെ തന്നെ നിന്നു. തന്നെ കെട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചു നിൽക്കുന്ന ഹൃദയയുടെ തലയിൽ പതിയെ തലോടി അവൻ തട്ടി വിളിച്ചു, വഴക്കാളി എഴുന്നേറ്റ്, നമുക്കേ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണം. അവനവളെ സൂക്ഷിച്ചു നോക്കിയപ്പോ അവൾ ഉറക്കം തൂങ്ങുവാണ്. ഡാ, വീട്ടിൽ പോയിട്ട് നമുക്ക് ഉറങ്ങാം. കാശിയുടെ നെഞ്ചിൽ മൂക്കുരച്ച് ഹൃദയ കണ്ണടച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ഹലോ, നമുക്ക് പോകണ്ടേ? അവള് മൂളിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. കാശി ഹൃദയം കൂട്ടി അവൻ ആചാര്യയിലേക്ക് തിരിച്ചു. എന്നാൽ ഈ രംഗം കാറിന്റെ വിൻഡോയിലൂടെ കണ്ട് അലേഖയുടെ ചുണ്ടിൽ വിടർന്നൊരു പുഞ്ചിരി ഉണ്ടായി. തുടരും. അലേഖ വളരെ വൈകി വന്നതുകൊണ്ട് തന്നെ കാശി അലേഖയോട് ഇന്ന് ആചാര്യയിൽ തങ്ങാൻ പറഞ്ഞു. വംശി അവൾക്ക് ഗസ്റ്റ് റൂം നൽകി. ക്ഷീണം കാരണം തന്നെ അവൾ ഫ്രഷായി വേഗം ഉറങ്ങി. ഹൃദയ തന്റെ മുറിയുടെ വാതില് പതിയെ തുറന്ന് അകത്തേക്ക് തലയിട്ട് നോക്കി. പെട്ടെന്നാണ് അരയിൽ ഒരു കൈ അമർന്ന് ബലമായി അവളെ പൊക്കിയെടുത്ത് കാറാതിരിക്കാൻ വേണ്ടി വായും പൊത്തിപ്പിടിച്ചു. അവളെയും കൊണ്ട് കാശിയുടെ റൂമിൽ കൊണ്ടുവന്ന് നിർത്തി. നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ്? ഞാൻ എന്റെ മക്കളൊന്ന് കണ്ണു നിറച്ച് കാണുമായിരുന്നു. നീയേ ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി, മക്കളെ കാണാക്കണ്ടാ മതി. എന്ത്, ഞാൻ ഇവിടെ കിടക്കാനോ? പിന്നെ കുട്ടികൾ കൂടെ അവിടെ ആരവിന്റെ അമ്മയും ആനും കിടക്കണ്ട്, അതിന്റെ കൂടെ നിനക്കും വലിഞ്ഞു കയറണോ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ കണ്ടതാ അവര് കിടക്കുന്നത്. ഞാനേ എന്തായാലും ഈ ഫ്ലോറിൽ വേറെ റൂം എടുത്ത് കിടന്നോളാം എന്നും പറഞ്ഞ് ഹൃദയ മുന്നിലേക്ക് കടന്നതും അവൻ അവളുടെ മുന്നിൽ കയറിയുന്നു. ഏത് റൂമും? അതാ ലെഫ്റ്റ് സൈഡിലുള്ള റൂം. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നത്? അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. സീരിയസ്ലി, ഇത് എന്റെ റൂം. സോ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ സംസാരിക്കും. കാശി വീണ്ടും അവളുടെ അടുത്തേക്ക് കടന്നു. ഹൃദയക്ക് കാശിയുടെ ഈ ഭാവം കണ്ട് ശരീരം വിറക്കാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് ഉയർന്നു. പണ്ട് അവനിൽ താൻ കാണണമെന്ന് ആഗ്രഹിച്ച ഭാവം അവൾ നേരെ നോക്കിയതും എന്തോന്ന് തട്ടി പുറകിലേക്ക് തല തിരിച്ചതും ബെഡിലായിരുന്നു. നെട്ടി അവൾ നേരെ നോക്കിയതും കാശി തന്റെ തൊട്ടടുത്തിരിക്കുന്നു. ഹൃദ്ര പെട്ടെന്ന് പേടിച്ച് ബെഡിലേക്ക് വീണു. കൂടെ കാശിയും. ഹൃദ്ര
ദേഷ്യത്തിൽ കാശി നോക്കിയത് അവൻ അവളുടെ മുഖത്തേക്ക് കണ്ണ് ചിമ്മാതെ നോക്കി കിടക്കുകയാണ്. അവന്റെ 2 കൈകളും ഹൃദ്രയുടെ ഇരുവശങ്ങളിലും കുത്തി അവളിലേക്ക് തന്റെ ശരീരം അമരാതെ കിടക്കുകയാണ്. അവൾ കണ്ണിറുക്കി അടച്ച് മനസ്സിൽ പറഞ്ഞു, എന്റെ ഈശ്വര, ഇതൊരു പിശക്ക് നിറഞ്ഞ നോട്ടമാണല്ലോ. ഞാൻ ആഗ്രഹിച്ചപ്പോ ഈ കാൽ ഇതൊന്നും മുഖത്ത് വരില്ല. അവൻ വീണ്ടും അവളുടെ ചുണ്ടിൽ വിരലോടിച്ച് കീഴ്ചുണ്ട് പിളർത്തിയതും അവളുടെ വാ പതിയെ തുറന്നു. അതേ നിമിഷം കാശി തന്റെ ചൂണ്ട് വിരൽ അവളുടെ ചുണ്ടിൽ വെച്ച്, എനിക്ക് ഈ ചുണ്ടിലെ തേൻ നുകരാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ ഈ പൊട്ടിയ ചുണ്ട് എന്നെ വേദനിപ്പിക്കുന്നു. ഈ മുറിവിൽ വീണ്ടും കുത്തു നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിന്റെ ചുണ്ടിൻ്റെ ചൂട് അതെനിക്കറിയണം. പ്ലീസ് ഡോണ്ട് ബൈറ്റ് മൈ ഫിംഗേഴ്സ് ഓർ ഐ വോണ്ട് ടു ബി ഏബിൾ ടു കൺട്രോൾ മൈ ഇമോഷൻസ്. ഹൃദ്ര കാശി എന്ന വലയത്തിൽ കുടുങ്ങി. അവളും ഒരുപക്ഷെ ഇതെല്ലാം ആഗ്രഹിച്ചു പോയിരുന്നു. അവൾ തലയുയർത്തി നോക്കിയതും തൻ്റെ പൊക്കിൽ ചുഴിൽ ചുംബിക്കുന്ന കാശി അവളുടെ ഹൃദയത്തിലേക്ക് രക്തം ഇരച്ചു കയറിയതുപോലെ അതിൻ്റെ പ്രതിഫലനമായി മാറുകൾ ഉയർന്നു പൊങ്ങി. കാശി അവളുടെ സാരി പ്ലേറ്റ് സൈഡിലേക്ക് നീക്കി വെളുത്തു തുടുത്ത് ഹാളിലെ വയറിന് മേലെ കണ്ണോടിച്ചു. പതിയെ അവൻ്റെ വിരലാൽ തഴുകി. അവൻ്റെ ആ സ്പർശനത്തിൽ അവളെ മൃദുലതമാർന്ന ആളിലെ വയർ പന്നിക്കെട്ടി തൊടുന്നത് പോലെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. ഹൃദ്ര അവനെ ഉമ്മിനീരിറക്കി നോക്കി. വേർ ഈസ് മൈ ഗിഫ്റ്റ് ദിയ? കുറുമ്പോടെ അവൻ ചോദിച്ചു. കാശി പെട്ടെന്ന് തന്നെ അവളുടെ സാരിയുടെ നറുവിലേക്ക് കൈ കടത്തി ഹിപ്പ് ചെയിനെടുത്തു. അവളുടെ ശരീരം ഉയർന്നു പൊങ്ങി. ഹൃദ്ര കാശിയുടെ പേരിൽ കടിച്ചമർത്തി. അവൻ വേദനയിലൊന്ന് നരങ്ങി. എന്തോന്നോർത്ത പോലെ ഹൃദ്ര പെട്ടെന്ന് തന്നെ കാശിയെ തട്ടിമാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറി. തുടരും.